നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ പലരും അനുഭവിച്ചിട്ടുള്ള എന്നാൽ അത്ര കാര്യമായി എടുത്തിട്ടില്ലാത്ത ഒരു അനുഭവത്തെക്കുറിച്ചാണ്. പക്ഷേ അതിനുള്ളിൽ പ്രപഞ്ചം ഒരുക്കിവെച്ച ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നല്ല സുഖമായി ഉറങ്ങുകയാണ് നിങ്ങൾ. പെട്ടെന്ന് ഒരു പ്രത്യേക കാരണവുമില്ലാതെ വെളുപ്പിനെ 3-നും 5-നും ഇടയിലുള്ള ആ സമയത്ത് നിങ്ങൾ കണ്ണു തുറക്കുന്നു. ചുറ്റും അപ്പോഴും കൂരിരുട്ടാണ്. ലോകം മുഴുവൻ ഉറങ്ങുന്നതിൻ്റെ ആ ഒരു നിശബ്ദത. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ശരിക്കും ഒന്നിരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ആദ്യം ചിന്തിക്കുന്നത് എന്താ? രാത്രി കുറച്ച് കൂടുതൽ വെള്ളം കുടിച്ചു, അതിൻ്റെ ആവും അല്ലേ? അതൊരു സാധാരണ ശാരീരിക ആവശ്യം മാത്രമാണെന്ന് കരുതി നമ്മൾ സമാധാനിക്കും. എന്നാൽ അതല്ല യഥാർത്ഥ കാരണമെങ്കിലോ? നിങ്ങളെ ഉണർത്തുന്നത് നിങ്ങളുടെ ശരീരമല്ല, മറിച്ച് ഈ പ്രപഞ്ചം തന്നെയാണെങ്കിലോ? അതെ, കാരണം നിങ്ങൾ ഉണരുന്ന ആ ഒരു നിമിഷം, വെളുപ്പിന് 3 മണിക്കും 5 മണിക്കും ഇടയിലുള്ള ആ സമയം, അതൊരു വെറും യാദൃശ്ചികതയല്ല. അത് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും പവിത്രമായൊരു സമയമാണ്. നമ്മുടെ പൂർവികർ ഈ സമയത്തിനൊരു പേര് നൽകിയിരുന്നു: ബ്രഹ്മമുഹൂർത്തം, അതായത് സൃഷ്ടാവിൻ്റെ സമയം. ആലോചിച്ചു നോക്കൂ, ഈ ഭൗതിക ലോകവും ആത്മീയ ലോകവും തമ്മിലുള്ളൊരു നേർത്ത പാളി, അത് ഏറ്റവും നേർത്തതായി മാറുന്നൊരു സമയം. ദൈവികമായ ഊർജം ഭൂമിയിലേക്ക് ശരിക്കും ഒഴുകിയെത്തുന്ന നിമിഷങ്ങളാണിത്. എന്തുകൊണ്ടാണ് ഈ സമയം ഇത്ര പവർഫുള്ളാകുന്നത്? കാരണം ആ സമയത്ത് പ്രകൃതി പോലും ഒരു ധ്യാനത്തിലാണ്, അല്ലേ? ഒച്ചയും ബഹളവുമില്ല, പൂർണ്ണമായ നിശബ്ദത. ഈ ഒരു നിശബ്ദതയിലാണ് സുഹൃത്തുക്കളെ, ദൈവിക ശക്തികളും നമ്മളെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പൂർവികരുടെ ആത്മാക്കളുമൊക്കെ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അത് രാത്രിയുമല്ല, പകലുമല്ല. ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ശുദ്ധമായ ഊർജം നമുക്ക് വളരെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ശരിക്കുമുള്ള ചോദ്യം ഇതാണ്: ആരാണ് നിങ്ങളെ ഈ സമയത്ത് വിളിച്ചുണർത്തുന്നത്? ഈ ഒരു വിശുദ്ധമായ സമയത്ത് നിങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ആ സന്ദേശവാഹകർ ആരായിരിക്കും? നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായും 3 സാധ്യതകളാണുള്ളത്. ഒന്നാമത്തേത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ പരമമായ ശക്തി തന്നെ. ആലോചിച്ച് നോക്കൂ, ആ ഒരു ദിവ്യശക്തിക്ക് നിങ്ങളോട് നേരിട്ട് വന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്തു ചെയ്യും? നിങ്ങളുടെ ശരീരത്തെ തന്നെ ഒരു മീഡിയമായി ഉപയോഗിക്കും. ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടാക്കി വളരെ മൃദുവായി നിങ്ങളെ ആ ഉറക്കത്തിൽ നിന്നും തട്ടിയുണർത്തും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ആ പ്രപഞ്ചശക്തി നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായി, ഒരു പ്രത്യേക അനുഭവം നിങ്ങൾക്ക് നൽകാനായി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. രണ്ടാമത്തെ സാധ്യത, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരാണ്, നമ്മുടെ പൂർവികർ. അവരുടെ ആത്മാക്കൾ എപ്പോഴും നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ആ നേർത്ത അതിർവരമ്പ് മായുമ്പോൾ അവർക്ക് നമ്മോട് സംസാരിക്കാൻ, നമ്മളെ അനുഗ്രഹിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചോദിക്കാൻ അതിന് ഏറ്റവും എളുപ്പമുള്ള സമയമാണിത്. ഇനി മൂന്നാമത്തെ സാധ്യത, നിങ്ങൾ എന്നും മനസ്സിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇഷ്ടദേവതകളാവാം നിങ്ങളെ ഉണർത്തുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ അവരെ മറന്നുപോയിട്ടുണ്ടാവാം, അല്ലേ? അപ്പോൾ ഞാനിവിടെ ഉണ്ട്, നിന്റെ പ്രാർത്ഥനകൾക്കായി കാത്തിരിക്കുന്നു എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാവാം. കൂടുതൽ ആഴത്തിലുള്ളൊരു ബന്ധത്തിനുള്ള ഒരു ക്ഷണമായിരിക്കാം ആ ഉണർത്തൽ. അപ്പോൾ ആരാണ് വിളിക്കുന്നതെന്ന് നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടി. ഇനി അടുത്ത ചോദ്യം, എന്താണ് അവർക്ക് പറയാനുള്ളത്? ആ ദൈവിക സന്ദേശം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതിനുള്ള ഉത്തരം നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ് എന്നതിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉണർന്നതിന് ശേഷം ഒരു പ്രത്യേക കാരണവുമില്ലാതെ വല്ലാത്തൊരു സമാധാനവും ശാന്തതയുമൊക്കെയാണ് തോന്നുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ക്ലിയർ സിഗ്നൽ. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾക്കൊരു വിഷാദമോ ഒരു അസ്വസ്ഥതയൊക്കെയാണ് തോന്നുന്നതെങ്കിൽ ഒരു പക്ഷേ അവരുടെ ആത്മാവ് എന്തൊരു ബുദ്ധിമുട്ടിലായിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയോ നിങ്ങൾ മറന്നുപോയ എന്തെങ്കിലും കർമ്മങ്ങളോ അവർക്ക് ആവശ്യമായി വന്നിരിക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവതയാണ് വിളിക്കുന്നതെങ്കിലോ? അതൊരിക്കലും ഒരു വഴക്ക് പറച്ചിലല്ല, മറിച്ച് വാത്സല്യത്തോടെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നീ എത്ര തിരക്കിലാണെങ്കിലും ഞാൻ നിനക്കായി ഇവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഏറ്റവും പെട്ടെന്ന് മറുപടി കിട്ടാൻ പോകുന്ന സമയമാണത്. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഇത്രയും വിശേഷപ്പെട്ടൊരു ക്ഷണം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു അവസരം എങ്ങനെയാണ് നമ്മൾക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുക? ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക: ഇത് നിങ്ങളുടെ ഉറക്കം കളയുന്ന ഒരു ശല്യമല്ല, ഇതൊരു ഡിവൈൻ അപ്പോയിൻമെൻ്റ് ആണ്. കോടിക്കണക്കിന് ആളുകളിൽ നിങ്ങൾക്ക് മാത്രം കിട്ടിയ ഒരു സുവർണ അവസരം. അതുകൊണ്ട് തന്നെ ഉണർന്ന ഉടനെ തിരിച്ചുപോയി കിടന്നുറങ്ങാനുള്ള ആ ഒരു തോന്നലിനെ ചെറുക്കുക. എഴുന്നേറ്റ് പോയി തണുത്ത വെള്ളത്തിൽ കൈയും കാലും മുഖവും ഒക്കെ ഒന്ന് കഴുകുക. അത് നിങ്ങളുടെ ആ ഉറക്കച്ചടവൊക്കെ മാറ്റി ശരീരത്തെയും മനസ്സിനെയും ഒന്ന് ഫ്രഷാക്കും. എന്നിട്ട് ശാന്തമായ ഒരിടത്ത് നട്ടെല്ല് നിവർത്തിയിരിക്കുക. ആ ബ്രഹ്മമുഹൂർത്തത്തിലെ ശുദ്ധമായ വായു ആഴത്തിലുള്ളിലേക്ക് ശ്വസിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച് നിശബ്ദമായിരിക്കുക. ഒന്നും ചെയ്യണ്ട.
നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെയും വികാരങ്ങളെയും വെറുതെ ശ്രദ്ധിക്കുക, ഒരു സാക്ഷിയെപ്പോലെ. കാരണം ആ ഒരു നിമിഷം അത്രയേറെ ശക്തിയുള്ളതാണ്. പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് മറ്റു സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന 100 വഴിപാടുകളേക്കാൾ ഫലമുണ്ടാകുമെന്നാണ്. ഈ ക്ഷണം നിങ്ങൾ സ്ഥിരമായി സ്വീകരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ ഒന്നൊന്നായി അലിഞ്ഞില്ലാതാകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നിങ്ങൾ എത്രയോ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാനുള്ള വഴികൾ തെളിഞ്ഞു വരും. മനസ്സിനൊരു പ്രത്യേക ശാന്തതയും വ്യക്തതയും കിട്ടും. നിങ്ങളുടെ മുഖത്ത് തന്നെ ഒരു തേജസ്, ഒരു പ്രകാശം വന്നു തുടങ്ങും. ചിലപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറിയ സൂചനകൾ വരെ കിട്ടിയേക്കാം. അകന്നുപോയ ബന്ധങ്ങൾ പോലും വീണ്ടും ഒന്നിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിവരും. അതുകൊണ്ട് അടുത്ത തവണ ആ പുലർക്കാലത്തെ നിശബ്ദതയിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക, ഇതൊരു ശല്യപ്പെടുത്തലാണോ അതോ എനിക്ക് വേണ്ടി മാത്രമായി ഈ പ്രപഞ്ചമൊരുക്കിയ ഒരു കൂടിക്കാഴ്ചയുടെ ക്ഷണപത്രമാണോ?